നാക്കെടുത്താ ചീത്തയെ പറയുള്ളൂ. അപ്പൊ എൻ്റെ നാട്ടുകാർ അത്ഭുതപ്പെട്ടു, ആ കുട്ടി ചീത്ത പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. അപ്പൊ മൂപ്പര് എല്ലാവരോടും പോയിട്ട് പറയാണ്, ചീത്ത പറയാൻ നാക്കെടുത്താ ചീത്തയെ പറയുള്ളൂ. എന്നിട്ട് മൂപ്പര് പറയാണ്, ഈ ചീത്ത പറയുന്ന ശൈലി ഒരു ഇസ്ലാമിക പ്രബോധകന് ചേർന്നതാണെന്ന് എനിക്ക് അഭിപ്രായമല്ലേ. മൂപ്പര് പറയാണ്, എന്താ മാന്യത ചമയുന്ന ആ വാചകം, ഒന്ന് കേട്ടോളൂ. ഈ ചീത്ത പറയുന്ന ശൈലി അതൊരു ഇസ്ലാമിക അനുയോജ്യമാണ് എന്ന് എനിക്ക് അഭിപ്രായം ഇല്ല. കേട്ടോ, ചീത്ത പറയുന്ന ശൈലി ഒരു ഇസ്ലാമിക പ്രബോധകന് അനുയോജ്യമാണ് എന്ന് എനിക്ക് അഭിപ്രായം ഇല്ല. ഇനി ഈ അഭിപ്രായമില്ലാത്ത സാലിഹായ മനുഷ്യന്റെ സാലിഹായ കുറച്ച് ചീത്തകളുണ്ട്, ഒന്ന് കേട്ടോളൂ. മാർക്കറ്റിലെ പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്നവര് വഞ്ചകന്മാരല്ലേ? സർവ മുജാഹിദ് പള്ളിയിലെ ഇമാമിയങ്ങളും കടുത്ത വഞ്ചകന്മാരല്ലേ? ഇതുപോലത്തെ കാക്കമാരാകരുത് ഈ അരമൗലൈമാര്. പഠിച്ചിട്ട് വേണം ദീന് പറയാൻ. ഇപ്പൊ ചീത്തറിയണ മുജാഹിദിനല്ലോ, ഇപ്പൊ ചീത്തറിയണ ഈ പരിസരങ്ങളിലൊക്കെയുള്ള മുസ്ലിയാക്കന്മാരെയാണ്. ആര് മുസ്ലിം? മൂപ്പര ഗ്രൂപ്പിൽ പെടാത്ത മുസ്ലിയാന്മാരൊക്കെ മൂപ്പര അരമുസ്ലിയാർ എന്നാ പറയുന്നത്. അതെങ്ങനെ അവരെ മൗലവി നിങ്ങൾ ദുർവ്യാഖ്യാനിക്കുന്നതല്ലേ? അല്ല, മൂപ്പര് സങ്കടം പറയുന്നുണ്ട്. മുജാഹിദാ പറഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അതാന്റെ സങ്കടം എന്നൊക്കെ പറഞ്ഞു കണ്ട് ചൂടാകുന്നുണ്ട്. കേട്ടോളി, പഠിച്ചിട്ട് വേണം ദീന് പറയാൻ. അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നോ. പിന്നെ സാധാരണക്കാരെ വിളിച്ചിട്ട് പറയാ പേരോട് പറഞ്ഞ ശരിയല്ല. പറയുന്ന മുജാഹിദാനെ തർക്കേടില്ല, അതെന്റെ സങ്കടം. മുജാഹിദാ പറഞ്ഞെങ്കിൽ തർക്കേടില്ല, വിവരമില്ലാതെ മതം നിൽക്കണം. പിന്നെ ഇവിടെ മുഴുവനും മുജാഹിദിനെ വളർത്തുന്നത് ഇത്തരം അരമൗലൈമാരാണ്. കേട്ടോ, ഇത്തരം വൃത്തികെട്ടൊരു സാധനം. ഉളുപ്പില്ലേ? എന്താ ഇങ്ങനെ കെസാബായി പോയത്? ഉണ്ടെങ്കിൽ ധൈര്യം കൊണ്ടുപോടോ. മസീഹുദ് ദജ്ജാല് അത് ഈ ദജ്ജാലുകളുടെ ഒക്കെ ഏറ്റവും വലിയ ടോപ്പ് നേതാവാണ്. മൗലവി അതെ ഞാൻ ചോദിച്ചു, എന്തും മാച്ചിലാക്കിയിട്ടാ വന്നത്? കിബിർ, മുനാഫിഖിന്റെ കിബിർ. എന്തൊരു ദജ്ജാല്! പഠിച്ചവനെ, മസീഹുദ് ദജ്ജാൽ ഇയാൾ തന്നെയായിരിക്കും. ഈ വന്ന മൗലവി മൂക്കിൽ വലിക്കാനുണ്ട്. പുകയിലപ്പൊടി പോലെ മൂക്കിൽ വലിക്കും. കേട്ടോ, കൂടിയ എന്നാ എന്താവും? എന്നാ ഒന്നുമില്ല, ഉള്ളിലുള്ളൊക്കെ തുമ്മി അങ്ങ് പോവും. എന്താ സാധനം! താടിയെല്ലാം കണ്ടാൽ ബ്രഷാക്കാൻ പറ്റും. താടി വഞ്ചനയല്ലേ ഇത്? കളവല്ലേ ഇത്? കെതാവല്ലേ ഇവൻ? വഞ്ചനയല്ലേ ഇത്? കളവല്ലേ ഇത്? കെതാവല്ലേ ഇവൻ? കണ്ടോ, ഈ ചീത്ത പറയുന്ന ശൈലി ഒരു ഇസ്ലാമിക പ്രബോധകന് യോജിച്ചതാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്താ അതിനെക്കുറിച്ച് പറയേണ്ടത്? എന്നെ മാത്രമാണോ ചീത്ത പറയുന്നത്? ഇവിടെ വന്നിട്ട് മൂപ്പര് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഈ ആളുകളുടെ സൈക്കോളജി അറിഞ്ഞിട്ട് മൂപ്പര് നമ്മളോട് ചോദിക്കുക, കയ്യ് മുത്തുനീനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ മൂപ്പര് ഇവിടെ ചോദിക്കാണ്, ജനങ്ങളെ